സിന്ദൂരരേഖ ഭാഗം 13. എൻ്റെ ഏട്ടത്തി എന്ത് ക്യൂട്ടാന്ന് നോക്കിയമ്മേ. അവളുടെ അന്നേരത്തെ മുഖഭാവം കണ്ടതും ഉണ്ണി അമ്മയോട് പറഞ്ഞു. അമ്മാളു അപ്പോഴും അമ്മയെ നോക്കി നിഷ്കളങ്കമായിട്ടിരിക്കുകയായിരുന്നു. ക്യൂട്ടൊക്കെ തന്നെയാണ്, പക്ഷേ ഈ ഇരിക്കുന്ന ആളുടെ വായിന്ന് വരുന്നത് നീ കേട്ടിട്ടില്ലല്ലോ. ഇങ്ങനെ ഇരിക്കുന്നു എന്ന് കരുതി വെറുതെ നീ അവളെ ചൊറിയാൻ ചെല്ലണ്ട ഏട്ടാ ഉണ്ണിക്കുട്ടാ. അമ്മ അവനെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞതും അമ്മാളു അമ്മയെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. കണ്ടോ കണ്ടോ, ഇപ്പം തന്നെ അവളുടെ മുഖഭാവം മാറിയത് കണ്ടോ. അമ്മേ, അമ്മ അങ്ങനെ പറഞ്ഞതും അവൾ ചിണുങ്ങിക്കൊണ്ട് അമ്മയെ വിളിച്ചു. ആ, അപ്പോൾ കരഞ്ഞതൊക്കെ മതി, ഇനി വേഗം പോയി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വാ. അമ്മ പറഞ്ഞതും അവൾ സംശയത്തോടെ അവിടെ തന്നെ ഇരിക്കുവാണ് ചെയ്തത്. എന്താ? അമ്മ വീണ്ടും ചോദിച്ചു. അത് പിന്നെ ഞാൻ ഇവിടെ തന്നെ ഇരുന്നാൽ പോരെ? അവളുടെ ആ ചോദ്യം കേട്ടതും അമ്മ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ആ നോട്ടത്തിൽ അവൾ ഒന്നും മിണ്ടാതെ തന്നെ മുകളിലേക്ക് കയറിപ്പോയി. എന്തൊക്കെയാ അവിടെ നടക്കുന്നത്? ഇവരുടെ രണ്ടുപേരുടെയും ഈ സംസാരങ്ങളും പ്രവൃത്തികളും ഒക്കെ കണ്ടു നിന്നിരുന്ന ഉണ്ണി അമ്മാള് മുകളിലേക്ക് കയറിപ്പോയതും അമ്മയോട് സംശയത്തോടെ ചോദിച്ചു. അവൾ ഈ കാണുന്നത് പോലെയൊന്നും അല്ലടാ, കാന്താരിയാണ്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതൊക്കെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. കുറച്ചു കഴിയുമ്പോൾ നോക്കിക്കോ, നിന്റെ കൂടെ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കും അവള്. അമ്മ പറയുന്നത് കേട്ടതും ഉണ്ണി ആണോന്ന രീതിയിൽ അമ്മയെ വീണ്ടും നോക്കി. അപ്പോൾ അമ്മ അവനെ നോക്കി അതേന്ന രീതിയിൽ തലയനക്കി. അമ്മാളു പരമാവധി പതുക്കെ പതുക്കെ നടന്നാണ് മുകളിൽ അവൻ്റെ മുറിയിലേക്കുള്ള സ്റ്റെപ്പ് കയറി ചെന്നതൊക്കെ. അവൾക്ക് ആകെ ഒരു ചടപ്പ് തോന്നി. ഏതു നേരവും ഉറക്കം തന്നെ. സ്വയം ഓരോന്നൊക്കെ ചിന്തിച്ച് അവൾ സ്വയം നെറ്റിയിലടിച്ചുകൊണ്ടാണ് മുകളിലേക്ക് കയറിയത്. മുറിവാതിൽ അടഞ്ഞു കിടക്കുകയാണ്. വാതിലിൽ 1-2 തവണ കൊട്ടി, എന്നിട്ടും തുറക്കുന്നില്ല. 2-3 തവണ കൊട്ടി വിളിച്ചിട്ടും വാതിൽ തുറക്കുന്നില്ലെന്ന് കണ്ടതും അമ്മാളു വാതിലിൻ്റെ ഹാൻഡിലിൽ പിടിച്ചൊന്ന് തിരിച്ചു. അത് തുറന്നു വരികയും ചെയ്തു. ആളെവിടെങ്ങും ഇല്ലെന്ന് തോന്നുന്നു. അകത്തേക്കൊന്ന് തലകടത്തി നോക്കിയപ്പോൾ അവിടെയെങ്ങും അവനില്ലെന്ന് കണ്ടതും ആശ്വാസത്തോടെ അവൾ അകത്തേക്ക് കയറി. വീണ്ടും ചുറ്റും ഒന്ന് നോക്കി. ഇങ്ങോട്ട് തന്നെ അല്ലേ വന്നത്? അവൾക്ക് സംശയം തോന്നി. മുകളിലേക്ക് കയറി വരുന്നത് കണ്ടതാണ്, പക്ഷേ അവനെ ഇവിടെയെങ്ങും കാണുന്നുമില്ല. അവൾ സംശയത്തോടെ ചുറ്റും നോക്കി. മുറിയാകെ നോക്കി അങ്ങനെ കട്ടിലിരുന്നു. അപ്പോഴാണ് ഡ്രസ്സൊക്കെ അമ്മയുടെ അടുത്താണെന്ന കാര്യം ഓർത്തത്. വീണ്ടും അവൾ താഴേക്കിറങ്ങി. അമ്മയുടെ കയ്യിൽ നിന്ന് ഡ്രസ്സൊക്കെ വെച്ചിരിക്കുന്ന ബാഗ് വാങ്ങി തിരികെ മുകളിലേക്ക് തന്നെ വന്നു. അതിൽ നിന്നൊരു ഡ്രസ്സ് എടുത്ത് വേഗം കുളിച്ചിറങ്ങിയ സമയം നോക്കിയപ്പോൾ ദാ നിൽക്കുന്നു മനു അവിടെ. അമ്മാളും ആകെ ഞെട്ടി. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിട്ടും അനക്കം പോലും ഇല്ലായിരുന്നു. ഇതിപ്പോൾ എവിടുന്ന് പ്രത്യക്ഷപ്പെട്ടുവെന്ന അത്ഭുതമായിരുന്നു അവൾക്ക്. പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ അവൾക്ക് ആകെ ഒരു വെപ്രാളം തോന്നി. എങ്കിലും അവനെ അറിയിക്കാതെ പമ്മി ടവലുകൊണ്ട് പോയി ഹാങ്ങറിൽ തൂക്കി. പെട്ടെന്ന് എന്തിനോ തിരിഞ്ഞു നോക്കിയ മനു കാണുന്നത് ഇങ്ങനെ പമ്മി പോകുന്ന അമ്മാളുവിനാണ്. അവനാണെങ്കിൽ ഇവൾക്കെന്തോ വട്ടാണോ എന്ന രീതിയിൽ നോക്കി. ഹാങ്ങറിൽ ടവൽ വിരിച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മനു തന്നെ നോക്കി നിൽക്കുന്നത് അമ്മാളു കാണുന്നത്. അവൾ അവനെ നോക്കിക്കൊണ്ട് വളിച്ച രീതിയിലൊന്നൊരു ചിരിച്ചിരിച്ചു. അത് കണ്ടതും മനു ഒന്നും മിണ്ടാതെ മുറിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അപ്പോഴേക്കും റിസപ്ഷന് ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് എത്തി. സമയം കുറവായതുകൊണ്ട് വേഗം മേക്കപ്പ് ഒക്കെ ചെയ്തു തീർക്കേണ്ടി വന്നിരുന്നു. അധികം താമസിക്കാൻ നിൽക്കാതെ രണ്ടുപേരും വേഗം തന്നെ പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്കെത്തി. ഒരു റിസോർട്ടിലാണ് പരിപാടി. വളരെ ഫോമലായിട്ട് കുറച്ചു പേരെ മാത്രം വിളിച്ചാണ് പരിപാടി നടത്തുന്നത്. ബിസിനസ് ഫീൽഡിലുള്ളവരും മനുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വലിയ ആർട്ടിസ്റ്റുകൾ അങ്ങനെയുള്ളവർ മാത്രം. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ ആദ്യം പോയത് അച്ഛൻ്റെയും അമ്മയുടെയും അപ്പുവിൻ്റെയും ഒക്കെ നേർക്കായിരുന്നു. അവരെല്ലാം ഒരരികിൽ നിൽക്കുന്നത് കണ്ടതും മനസ്സിൽ സമാധാനം നിറഞ്ഞു. പുറമേ ആരോടും പറഞ്ഞില്ലെങ്കിലും അവരെ പിരിഞ്ഞു വന്നതിലുള്ളൊരു സങ്കടം ഇപ്പോഴും തൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെയുണ്ട്. എങ്കിലും ശ്രീയമ്മയുടെ അടുത്തേക്കായതുകൊണ്ട് മാത്രം അല്പം ആശ്വാസം എന്ന പോലെയാണ് അവൾക്ക്. എങ്കിലും ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് മേക്കപ്പൊക്കെ ചെയ്യാൻ സമയം തികയാഞ്ഞത് കാരണം അവരെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പറ്റിയില്ല. അവരോട് കണ്ണുകൊണ്ട് സ്റ്റേജിലേക്ക് വരാൻ കാണിച്ചുകൊണ്ടാണ് അമ്മാളു മനുവിൻ്റെ കൂടെ സ്റ്റേജിലേക്ക് കയറിയത്. ചെന്നപ്പോൾ തന്നെ കേക്ക് കട്ടിംഗ് ആയിരുന്നു. കരിനീല നിറത്തിലുള്ള ഗൗണാണ് അമ്മാളുവിൻ്റെ വേഷം. അതിനോട് ചേരുന്ന രീതിയിലുള്ള സ്യൂട്ടാണ് മനു ധരിച്ചിരിക്കുന്നത്. അതേ തീമിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്ന കേക്കായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ പ്രീമിയം രീതിയിലായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. എംസിങ് ചെയ്യുന്ന പെൺകുട്ടി കേക്ക് കട്ട് ചെയ്ത് പരസ്പരം വായിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞു. രണ്ടുപേരും ഒരു ചെറിയ പീസ് കേക്ക് കയ്യിലെടുത്തു. ഒരുമിച്ച് പരസ്പരം വായിലേക്ക് വെച്ച് കൊടുത്തു. അതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ക്യാമറാമാൻ ക്യാമറയിൽ പകർത്തിയിരുന്നു. രണ്ടുപേരുടെയും ഫാമിലി അവരുടെ 2 സൈഡിലായി നിന്നിരുന്നു. അവർക്കും രണ്ടുപേരും ചേർന്ന് കേക്കൊക്കെ പങ്കുവെച്ച് കൊടുത്തു. അതിനുശേഷം അവരൊക്കെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും 1-2 പേര് വന്ന് സ്റ്റേജിലെ സാധനങ്ങളൊക്കെ എടുത്ത് ഒരരികിലേക്ക് മാറ്റി വെച്ചിരുന്നു. എന്താണ് സംഭവം എന്നറിയാതെ അമ്മാളും അതൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ഫോർ എ റൊമാൻറ്റിക് കപ്പിൾ ഡാൻസ്. ലൈറ്റ്സ് ഓഫ് പ്ലീസ്. ആ പെൺകുട്ടി പെട്ടെന്ന് വിളിച്ചു പറഞ്ഞതും അമ്മാള് ഞെട്ടി, ശരിക്കും ഞെട്ടി.
അവൾ അതേ ഞെട്ടലോടെ മനുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കും അവിടെ ലൈറ്റ്സൊക്കെ ഓഫായിരുന്നു. ആരെയും കാണാൻ പറ്റുന്നില്ല. ചുറ്റും ഇരുട്ട്. പെട്ടെന്ന് നീല നിറത്തിലുള്ള ലൈറ്റ് അവരുടെ നേരെ ഫോക്കസായി വന്നു. അമ്മാളു അതേസമയം അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആ ലൈറ്റ് വന്നപ്പോൾ എല്ലാവരും ഈ കാഴ്ചയായിരുന്നു കണ്ടത്. അവൾ കണ്ണിമ ചിമ്മാതെ അവനെ തന്നെ നോക്കി നിൽക്കുന്നു. ചുറ്റും മുഴങ്ങുന്ന കയ്യടി കേട്ടപ്പോഴാണ് അമ്മാളു അവനിൽ നിന്ന് നോട്ടം മാറ്റിയത്. നോക്കുമ്പോൾ സ്റ്റേജിന് താഴെയായി 3-4 കപ്പിൾസ് ഡാൻസ് ചെയ്യാനായി നിരന്നു നിൽക്കുന്നുണ്ട്. അവരുടെ നേർക്കും ഫോക്കസ് ലൈറ്റ് വന്ന് നിൽക്കുന്നുണ്ട്. ഇനി എന്തായാലും ഇപ്പോൾ ഡാൻസ് ചെയ്യുക എന്നല്ലാതെ വേറെ വഴിയില്ല എന്നവൾക്ക് മനസ്സിലായി. ഇനി ഡാൻസ് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞാലോ? ഒരു നിമിഷം അവൾ അങ്ങനെ ചിന്തിച്ചു പോയി. അയ്യേ മണ്ടി, ഭരതനാട്യത്തിൽ PhD ചെയ്യുന്ന തനിക്ക് ഡാൻസ് അറിയില്ലെന്നോ? വിശ്വസിക്കുന്ന നുണ ആലോചിക്കേണ്ട സംസ്കൃതി. അവൾ സ്വയം ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു. അമ്മാളു ഇടം കണ്ണാലെ മനുവിനെ നോക്കി. അതേസമയം തന്നെ സ്റ്റേജിൽ പാട്ട് വന്നിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ അമ്മാളു ഞെട്ടലോടെ ഒന്ന് മിഴികൾ ഉയർത്തി. തൻ്റെ മുന്നിലേക്ക് അവൻ്റെ കൈകൾ നീണ്ടു വന്നത് കണ്ടതും ഏതോ മായാലോകത്തെന്ന പോലെ അമ്മാളു അവൻ്റെ കൈയിലേക്ക് കൈ ചേർത്ത് വെച്ചു. कुछ भी नहीं है आगे तुम्हारे आज से दिल पे मेरे राज तुम्हारा ताज तुम्हारा की करे तो के बोलबो तू ही के हमारा. പാട്ടിനനുസരിച്ച് മനു ചുവടുവെക്കുന്നതിനനുസരിച്ച് അവളും അവൻ്റെ കൂടെ നീങ്ങി. അവനും അത്യാവശ്യം ഡാൻസൊക്കെ അറിയുന്ന കൂട്ടത്തിലായതുകൊണ്ട് അനായാസം പാട്ടിനൊത്ത് കളിക്കാനാവുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ച് തന്നെ അമ്മാളുവും കൂടെ പിടിച്ചു നിന്നു. അവളെ കറക്കി കൈകളിലേക്ക് ഒതുക്കി പിടിച്ചും അവളുമായി ഒന്നിച്ച് ചുവടുവെച്ചും എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് എത്താൻ തുടങ്ങിയിരുന്നു. ഒടുക്കം പാട്ട് അവസാനിച്ചപ്പോൾ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ അവളെ മുകളിലേക്ക് ഉയർത്തി. ചുറ്റും കൂടി നിന്നവരുടെ കയ്യടികൾ ഉയർന്നു. അവരുടെ ദേഹത്തേക്ക് ഫ്ലാഷ് ലൈറ്റ് ചന്നം പിന്നം വന്ന് പതിച്ചു. പാട്ട് നിന്നിട്ടും അവളുടെ നോട്ടം അവൻ്റെ കണ്ണുകളിൽ തന്നെ കുടുങ്ങി നിന്നിരുന്നു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്ന സമയം തന്നെ അവൻ അവളെ പതിയെ താഴേക്കിറക്കി. ചുറ്റും കൂടി നിന്നവർ എല്ലാവരും ആവേശത്തോടെ കൈയടിച്ചു. കൂട്ടത്തിൽ ആരൊക്കെയോ വിസിലടിക്കുന്ന ശബ്ദമൊക്കെ കൂടി കേട്ടപ്പോഴാണ് അമ്മാളു അവനിൽ നിന്ന് നോട്ടം മാറ്റിയത്. എൻ്റെ പൊന്നോ, നിങ്ങൾക്കൊരു പണി തരണമെന്ന് കരുതി ചെയ്താണ്, പക്ഷെ ഞെട്ടിച്ചു. ഉണ്ണി അപ്പോഴേക്ക് ഓടിച്ചാടി സ്റ്റേജിലേക്കെത്തി. മനു അവനെ ഒന്ന് തറപ്പിച്ച് നോക്കി. ഉഫ്, മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയും പോലായിരുന്നു. എന്താ ഒരു മാച്ച്, എന്താ ഒരു ഡാൻസ്, അടിപൊളിയായിരുന്നു. മനുവിൻ്റെ മുഖഭാവം ഒന്നും കാര്യാക്കാതെ ഉണ്ണി വാതോരാതെ അമ്മാളുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്ന പരിപാടിയായിരുന്നു. അതിൽ 1-2 പേരെയൊക്കെ അവൾക്ക് കണ്ടു പരിചയമുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെയൊക്കെ മനു തന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. 2 പേരും ഫാമിലിയായിട്ട് ഒരുമിച്ചിരുന്നായിരുന്നു ഭക്ഷണം കഴിച്ചത്. അത്യാവശ്യം ഒരുപാട് തരത്തിലുള്ള ഭക്ഷണ വിഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യൻ, ഇൻ്റർനാഷണൽ ഫുഡൊക്കെ അവരുടെ ടേബിളിൽ നിറഞ്ഞിരുന്നു. അമ്മാളുവിന് അതിൽ പല ഭക്ഷണ വിഭവങ്ങളും കണ്ടുപോലും പരിചയമില്ലായിരുന്നു. അച്ഛനും അമ്മയ്ക്കും അപ്പുവിനും ഒക്കെ ഇതേ അവസ്ഥ തന്നെയാവും എന്നറിയാം. കൂട്ടത്തിൽ നിന്ന് ചോറും നല്ല മീൻകറിയുമാണ് അമ്മാളും എടുത്തത്. അതുതന്നെ അവൾ അച്ഛനും അമ്മയ്ക്കും അപ്പുവിനും ഒക്കെ വിളമ്പിക്കൊടുത്തു. ഒരു പുഞ്ചിരിയോടെ ആയിരുന്നു എല്ലാവരും ആ കാഴ്ച നോക്കി നിന്നത്. അങ്ങനെ അവർക്ക് എല്ലാവർക്കും വിളമ്പിക്കൊടുത്തതിന് ശേഷമാണ് അമ്മാളു കഴിക്കാനിരുന്നത്. എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കൂടി മനുവും അമ്മാളുവും എല്ലാവരോടും സംസാരിച്ചൊക്കെ നടന്നു. രാത്രി 11 മണിയൊക്കെ ആയപ്പോഴായിരുന്നു വന്നിരുന്ന ഗസ്റ്റൊക്കെ ഒന്ന് പോയി തീർന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും പോകാൻ ഇറങ്ങിയത്. അവിടെ നിന്ന് അമ്മാളുവിൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യം ദൂരം ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞ് അമ്മ അമ്മാളുവിൻ്റെ അച്ഛനെയും അമ്മയെയും അപ്പുവിനെയും ഒക്കെ ഒരു കണക്കിന് അവിടെ തന്നെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അതെന്തായാലും അമ്മാളുവിനും ഇഷ്ടപ്പെട്ടു. അവളും കൂടി അവരോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ രാത്രി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഏകദേശം 11:30 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും തിരികെ വീട്ടിലേക്ക് പോയത്. അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചാണ് തിരികെ വീട്ടിലേക്ക് എത്തിയതും. വീട്ടിലേക്കെത്തി അമ്മാളു അപ്പാടെ സോഫയിലേക്കിരുന്നു. അവൾ വല്ലാതെ തളർന്നു പോയിരുന്നു. മനു എല്ലാവരോടും പറഞ്ഞിട്ട് ഒന്ന് മുകളിലേക്ക് പോയി. അമ്മാളു താഴെ മനുവിൻ്റെ അമ്മയോടും അവളുടെ അച്ഛനോടും അമ്മയോടും അപ്പുവിനോടും ഉണ്ണിയോടും ഒക്കെ സംസാരിച്ചിരിക്കുന്ന തിരക്കിലാണ്. ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അപ്പുവും ഉണ്ണിയും നല്ല കമ്പനിയായിട്ടുണ്ട്. അവർ രണ്ടുപേരും അവരുടേതായ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുവാണ്. എന്തൊക്കെയോ ഫോണിലിരുന്ന് പണിയുന്നുമുണ്ട്. കുറച്ചു നേരം ശ്രദ്ധിച്ചപ്പോൾ രണ്ടും ഫോണിൽ ഗെയിം കളിക്കുവാണെന്ന് അമ്മാളുവിന് മനസ്സിലായി. അച്ഛനും അമ്മമാരും കൂടി ഇനിയുള്ള ചടങ്ങുകളൊക്കെ പറയുന്ന തിരക്കിലായിരുന്നു.
അമ്മാളു എല്ലാവരുടെയും നോട്ടം മാറ്റി അപ്പുവിൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ അമ്മയോട് പറയട്ടെ നീ ഗെയിം കളിക്കുവാണെന്ന്. അവളുടെ ഭീഷണി നിറഞ്ഞ ശബ്ദം. അപ്പു അവളെ ഞെട്ടലോടെ നോക്കി. അമ്മ അറിയാതെ ഫോൺ എടുത്തിരിക്കുന്നതാണ്. ഫോണിൻ്റെ പാസ്വേഡ് അമ്മ സെറ്റ് ചെയ്തിരിക്കുന്നത് അറിയാതെ ഒളിഞ്ഞു നിന്ന് കണ്ടുപിടിച്ചതാണ്. ഇനി അത് താൻ കണ്ടുപിടിച്ചു എന്ന് അമ്മ അറിഞ്ഞാൽ അപ്പോൾ തന്നെ പാസ്വേഡ് മാറ്റിക്കളയും. കളിക്കുന്നതിൻ്റെ ഇടയിലും അപ്പു അവളെ ഒന്ന് പറഞ്ഞു കൊടുക്കരുതെന്ന രീതിയിൽ ദയനീയമായി നോക്കി. അത് കണ്ടതും അമ്മാളു അവനെ വിജയീഭാവത്തിൽ നോക്കി. എങ്കിൽ അടുത്ത കളി എനിക്ക് തരണം, അമ്മാളു അവൻ്റെ ചെവിയിൽ പറഞ്ഞു. അപ്പുവിന് വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ അതങ്ങ് സമ്മതിച്ചു കൊടുത്തു. അപ്പോഴും ഒരു വഴിക്ക് അപ്പുവും ഉണ്ണിയും നല്ല കളിയിലുമായിരുന്നു. ഒടുക്കം ഒരു കളി കഴിഞ്ഞപ്പോൾ അമ്മാളു അപ്പുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചെടുത്ത് അവൾ കളി തുടങ്ങി. അമ്മാളു പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറാൻ നോക്കിയേ. അപ്പോഴേക്കും അമ്മ അവളെ വിളിച്ചു. മനുവേട്ടൻ മുകളിൽ കുളിക്കുമായിരിക്കും, അത് കഴിഞ്ഞ് കുളിക്കാം എന്ന് പറഞ്ഞ് അവൾ വീണ്ടും ഫോണിലേക്ക് ശ്രദ്ധ കൊടുത്തു. അത് കണ്ടതും അമ്മ വേഗം വന്ന് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. മനുവിൻ്റെ അമ്മ അന്നേരം അടുക്കളയിലേക്ക് പോയിരിക്കുന്ന സമയമായിരുന്നു. നിന്റെ ഈ പിള്ളകളെ നിർത്താൻ നോക്കിക്കോ അമ്മാളു, പറഞ്ഞത് കേൾക്കാൻ നോക്ക്, പോയി ഡ്രസ്സ് മാറി കുളിക്കാൻ നോക്കിയേ. അമ്മ ദേഷ്യത്തോടെ പറഞ്ഞതും അമ്മാളു പിന്നെ ഒന്നിനും നിൽക്കാതെ മുകളിലേക്ക് നടന്നു. അപ്പോഴും അപ്പു അവളെ ദേഷ്യത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു, അവൻ്റെ ഗെയിം നശിപ്പിച്ചതിൻ്റെ ഉള്ള വിഷമത്തോടെ. അമ്മാളു പതിയെ മുകളിലേക്ക് നടന്നു. മുറി തുറന്ന് നോക്കിയപ്പോൾ ആളവിടെ ഇല്ല. അമ്മാളു വീണ്ടും ഒന്നുകൂടി മുറിയാകെ നോക്കി. അവനെ അവിടെ എങ്ങും കാണുന്നില്ലെന്ന് കണ്ടതും അമ്മാളു ഡ്രസ്സൊക്കെ എടുത്ത് നേരെ ബാത്റൂമിലേക്ക് കയറി. കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ ദാ നിൽക്കുന്നു മനു മുറിക്കകത്ത്. ഇതെപ്പോഴും ഇങ്ങനെയാണല്ലോ എന്ന് അമ്മാളു മനസ്സിൽ ചിന്തിച്ചു. അവളുടെ നോട്ടം കണ്ടതും മനു അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവളും തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചു. അമ്മാളു പാട്ടും പാടി നേരെ താഴേക്കിറങ്ങി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.